ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. മനുഷ്യർക്ക് അസാധ്യമായുള്ളത് ദൈവം സാധിപ്പിച്ചു തരും. ഇതുവരെയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാത്തത് പോലും പഴയ ഹിസ്റ്ററികളുടെ ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചാൽ ഒരിക്കലും ഇതുവരെയും സാധിക്കാത്ത ചില കാര്യങ്ങൾ പോലും ചെയ്തു തരുവാൻ ദൈവത്തിന് കഴിയും. ഒരുപക്ഷെ നമ്മുടെ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകുകയില്ല. നമ്മുടെ മാനുഷികമായ ബുദ്ധി ചിന്തിക്കുമ്പോൾ ഇത് സാധിക്കുമോ, ഇത് നടക്കുമോ എന്നൊക്കെ നാം ചിന്തിക്കും. പക്ഷേ ഇതുവരെ നടക്കാത്ത ഒരത്ഭുതം പോലും നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ ദൈവത്തിന് കഴിയും. നാം വേദപുസ്തകത്തിൻ്റെ താളുകളിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ അബ്രഹാമിന് അങ്ങനെ പറയാൻ കഴിയും. ഇതുവരെ സംഭവിക്കാത്തതായ ഒരു വലിയ കാര്യം ദൈവം എൻ്റെ ജീവിതത്തിൽ സാധിപ്പിച്ച് തന്നുവെന്ന് അബ്രഹാമിന് പറയാൻ പറ്റും. അബ്രഹാമിനോട് ചേർന്ന് സാറയ്ക്കും പറയാൻ കഴിയും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അത് ഈ പുതിയ നിയമകാലത്ത് മാത്രമല്ല, പഴയ നിയമ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന വിശുദ്ധന്മാരുടെ ജീവിത അനുഭവമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇത് ഒരു സ്ത്രീ പ്രസവിച്ചു എന്ന് കേൾക്കുന്നത് അത്യപൂർവമായ കാര്യമൊന്നുമല്ല, സാധാരണ സംഭവിക്കുന്നു. പക്ഷേ ഇവിടെ സാറ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, സാറയ്ക്ക് കൊടുത്ത വാഗ്ദത്തം ദൈവം നിവർത്തിച്ചു. അതുവരെയും അവർ ചിന്തിച്ചത് ഇനി ഞങ്ങൾക്കൊരു മക്കളുണ്ടാകുകയില്ല, അസാധ്യമെന്നായിരുന്നു. ഇനി ഞങ്ങൾക്ക് മക്കളുണ്ടാകുമോ? സാധ്യതയില്ല. സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ, ശരീരത്തിലേക്ക് നോക്കിയാൽ, സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയാൽ സാധ്യമല്ല എന്നുള്ള ആ സാഹചര്യമാണ്. കാരണം സാറയുടെ ശരീരം ചുക്കിച്ചൊളിങ്ങി തുടങ്ങി. അബ്രഹാമിൻ്റെ ശരീരവും വാർദ്ധക്യത്തിൻ്റെ അതിപ്രസരത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി സാധ്യതയുണ്ടോ? സാധ്യതയില്ല. കാരണം 75 വയസ്സുള്ളപ്പോഴാണ് അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തത്, നിനക്കൊരു സന്തതി ഉണ്ടാകുമെന്ന്. അപ്പോൾ സാറയ്ക്ക് എത്ര വയസ്സുണ്ട്? 65 വയസ്സുണ്ട്. 10 വയസ്സ് ഡിഫറൻസാണ് സാറയും അബ്രഹാമും തമ്മിൽ. 65 വയസ്സുള്ള സ്ത്രീകൾ സാധാരണ പ്രസവിക്കാറില്ല. 75 വയസ്സുള്ള പുരുഷന്മാർക്ക് സന്തതികൾ ഉണ്ടാകാറില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അവർ ചിന്തിച്ചു കാണും, ഈ 75-ാമത്തെ വയസ്സിൽ അബ്രഹാമും 65-ാമത്തെ വയസ്സിൽ സാറയും ചിന്തിച്ചു കാണും, ഇനി സാധ്യതകളില്ല, ഇനി ഒരു കുഞ്ഞുണ്ടാകുകയില്ല. കാരണം അവരുടെ മുൻ തലമുറകളിൽ ആരും അത്രയും പ്രായമായി കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല. അബ്രഹാം ചിന്തിച്ചു കാണും, എവറിതിങ് ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് അബ്രഹാമും സാറയും ചിന്തിച്ചു കാണും. അങ്ങനെ ഇരിക്കുകയാണ് നിത്യനായ ദൈവം അബ്രഹാമിനെയും സാറയെയും വിളിച്ച് വേർതിരിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ആ 12-ാം അധ്യായത്തിൽ തന്നെ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുകയാണ്, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എന്തോ ഒരു വലിയ വാഗ്ദത്തമാണ്. അസാധ്യതകളുടെ മുന്നിൽ ജരാനരകൾ ബാധിച്ച് പ്രായാധിക്യത്തിലെത്തിയ അബ്രഹാമിനെ സാറയുടെ മുമ്പിൽ ജീവനുള്ള ദൈവം പറയുകയാണ്, അസാധ്യമെന്നൊന്നും എൻ്റെ പക്കലില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും സാഹചര്യങ്ങളിലേക്ക് നോക്കി നമ്മളും പലരും പറയും സാധ്യതയില്ല, ഇല്ലേ? എത്രയോ ഡോക്ടർമാർ മാറി മാറി ചികിത്സിച്ചു, ഇനിയൊരു കുഞ്ഞുണ്ടാകുകയില്ല. ഡോക്ടേഴ്സ് വിധി എഴുതി, പല ഹോസ്പിറ്റലിൽ നിന്നും വിധി എഴുതി, ഇനി സാധിക്കുകയില്ല, ഇനിയൊരു കുഞ്ഞുണ്ടാവുകയില്ല. ഏതെല്ലാം വിധി ഡോക്ടേഴ്സ് എഴുതിയാലും, മെഡിക്കൽ സയൻസ് എഴുതിയാലും, ശാസ്ത്രം പറഞ്ഞാലും, ജീവനുള്ള ദൈവം പറയും അസാധ്യതകളെ ഞാൻ സാധ്യമാക്കുമെന്ന്. ജീവനുള്ള ദൈവം പിന്നീടും മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്നിട്ട് സാറയോട് പറയുകയാണ്, അബ്രഹാമിനോട് പറയുകയാണ്, 75-ാമത്തെ വയസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വാഗ്ദത്തം തന്ന ജീവനുള്ള ദൈവമായ ഞാൻ നിങ്ങളോട് പറയട്ടെ, അടുത്തയാണ്ടിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും,
വരുമ്പോൾ സാറ ഒരു കുഞ്ഞിനെ അണച്ചുകൊള്ളുമെന്ന്. അപ്പോൾ സാറയ്ക്ക് 89 വയസ്സായി. പ്രിയപ്പെട്ടവരെ, പിറ്റേയാണ്ടിൽ ജീവളദൈവം പറഞ്ഞ അതേ സമയത്ത് സാറയുടെ 90-ാമത്തെ വയസ്സിലും അബ്രഹാമിൻ്റെ 100-ാമത്തെ വയസ്സിലും ദൈവം അരുളി ചെയ്തതുപോലെ ഒരു കുഞ്ഞ് ജനിച്ചു. അതാണ് ഇസ്ഹാക്ക്. അതാണ് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത പന്ഥാവിൽ അസാധ്യമായ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നം പോലെ വരുമ്പോൾ നാം ആ അസാധ്യങ്ങളെ കണ്ട് നിരാശപ്പെടരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ജീവനുള്ള ദൈവം പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നാം ഈ തിരുവചനം നോക്കി മനസ്സിലാക്കണം. തിരുവചനം വായിച്ച് മനസ്സിലാക്കണം. തിരുവചനം ഗ്രഹിച്ച് മനസ്സിലാക്കണം. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും വിളിച്ച അതേ ദൈവം തന്നെയാണ് എന്നെയും വിളിച്ചതെന്നുള്ള ഉറപ്പും ധൈര്യവും നാം പ്രാപിക്കണം. അപ്പോസ്തലനായ പത്രോസിനെയും അപ്പോസ്തലനായ പൗലോസിനെയും ശിഷ്യന്മാരെയും വിളിച്ച് വേർതിരിച്ച ദൈവം തന്നെയാണ് എന്നെയും വിളിച്ചത്. പ്രവാചക ശ്രേഷ്ഠന്മാരായ യിശയ്യാവിനെയും ഇരമ്യാവിനെയും എസ്കേലിനെയും ദാനിയേലിനെയും ഹോശയെയും യോവേലിനെയും ആമോസിനെയും ഓബദ്യാവിനെയും യോനയെയും മീഖയെയും നഹൂമിനെയും ഹബക്കൂക്കിനെയും വിളിച്ചതായ ദൈവം തന്നെയാണ് എന്നെയും വിളിച്ചത് എന്നുള്ള ഉറപ്പും ധൈര്യവും പ്രാപിക്കണം. ഒത്നിയേല്, ശിംശോൻ, ഇബ്താഹ് മുതലായ ന്യായാധിപന്മാരെ വിളിച്ച ദൈവമാണ് എന്നെ വിളിച്ചത്. ശമൂവേൽ പ്രവാചകനെ വിളിച്ച ദൈവമാണ് എന്നെ വിളിച്ചത്. ഈ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് നമുക്ക് ഉറയ്ക്കാം, വിശ്വസിക്കാം. കാരണം നമ്മുടെ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. യേശു മാറ്റമില്ലാത്തവനാണ്. യേശുക്രിസ്തുവിന് അസാധ്യമായതൊന്നുമില്ല പ്രിയരെ. ഇത് കേവലം ഒരു നിസ്സാരനായ മനുഷ്യൻ ഞാൻ പറയുന്ന വാക്കുകളായിട്ടല്ല നിങ്ങൾ കേൾക്കേണ്ടത്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിത്യനായ ദൈവം മനുഷ്യനോട് എക്കാലത്തും പറയുന്ന കാര്യമാണ്, മക്കളെ നിങ്ങൾക്ക് അസാധ്യമാണ്, പക്ഷെ എനിക്ക് സാധ്യമാണെന്നാണ്. ദൈവത്തിന് സകലവും സാധ്യവും, ദൈവത്തിന് സകലവും സാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. പാട്ടുകാർ എത്രയോ പാടി, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ, യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ രക്ഷയുണ്ടല്ലോ. സ്തോത്രം. എന്ത് സംഭവിച്ചു അവസാനം? ഇതാ 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിനും സാറയ്ക്ക് 90-ാമത്തെ വയസ്സിലും ഒരു ഇസ്ഹാക്ക് ജനിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാനിപ്പോൾ പറഞ്ഞത് വേദപുസ്തകത്തെ താളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി വരട്ടെ. മകനെ, നീ എത്രയോ നാളുകളായി ചിന്തിച്ചു, എൻ്റെ ജീവിതത്തിലൊന്നും നടക്കാൻ പോകുന്നില്ല. മറ്റുള്ളവർക്കൊക്കെ കിട്ടും, മറ്റുള്ളവർക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ട്, മറ്റുള്ളവർക്ക് സമ്പത്തുണ്ട്, മറ്റുള്ളവർക്ക് വീടുണ്ട്, മറ്റുള്ളവർക്ക് ആരോഗ്യമുള്ള ശരീരമുണ്ട്, മറ്റുള്ളവർക്ക് നല്ല ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മറ്റുള്ളവർക്ക് മക്കളുണ്ട്, അവർക്ക് താലോലിക്കാൻ ഓമനിക്കാൻ മക്കളുണ്ട്, മറ്റുള്ളവർക്ക് ആരോഗ്യമുള്ള മക്കളുണ്ട്. എനിക്ക് മക്കളുണ്ട്, പക്ഷേ എൻ്റെ മക്കളിത് അവർക്ക് അനങ്ങുകയില്ല, കാലനങ്ങുകയില്ല. മറ്റുള്ളവർക്കെല്ലാം ഉണ്ട്, എനിക്ക് മാത്രമില്ല എന്നോർത്ത് നിങ്ങൾ ആരെങ്കിലും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടോ? മകനെ, നിന്റെ കൊച്ചു കാര്യങ്ങൾ പോലും സാധിപ്പിച്ചു തരാൻ ദൈവത്തിന് കഴിയും. സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും നാം വിചാരിക്കും കാലം കഴിഞ്ഞുപോയി, എത്രയോ വയസ്സായി, എനിക്ക് എത്ര വയസ്സായി, ഇത്രയും വർഷക്കാലം ജീവിച്ചിട്ട് ഒന്നും നേടിയില്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മോനെ, നിനക്ക് യേശുവിനെ കണ്ടെത്താനിടയായെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ 99.9% നേടിക്കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയാം. അത്രമാത്രം വിലപ്പെട്ടതാണ് യേശു. ബാക്കി 0.1% ഉള്ളൂ ഈ ലോകത്തിലെ കാര്യങ്ങൾ. യേശുവിനെ കണ്ടെത്താൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ലഭിക്കുന്ന ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്ന് അപ്പോസ്തലൻ പറഞ്ഞു. ഹല്ലേലൂയ. സാറ പറഞ്ഞു, എൻ്റെ ചിരി അറ്റുപോയി, എൻ്റെ മുഖത്ത് ചിരി തന്നൊരു ദൈവമുണ്ട്. ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലിച്ചിരിക്കും. ചിരി അറ്റുപോയ സാറയുടെ ജീവിതത്തിൽ, പ്രതീക്ഷ അറ്റുപോയ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പുതുപുത്തൻ പ്രതീക്ഷയും പുതുപുത്തൻ ചിരിയും കൊടുത്തൊരു നല്ല ദൈവമുണ്ട്. മകനെ, ആ ദൈവം നിൻ്റെയും ദൈവമാണ്. മകളെ, ആ ദൈവം നിൻ്റെയും ദൈവമാണ്. അബ്രഹാമിന് വാർദ്ധക്യത്തിൽ കുഞ്ഞിനെ കൊടുത്ത കർത്താവേ, സാറയ്ക്ക് 90-ാമത്തെ വയസ്സിൽ ഇസ്ഹാക്കിനെ കൊടുത്ത ജീവനുള്ള ദൈവമേ, അവിടുന്ന് എനിക്കും തരാൻ ശക്തനാണെന്ന് നിങ്ങൾ വിശ്വാസം പ്രഖ്യാപിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം.
ദൈവത്തോട് ഈ കാര്യം ചൂണ്ടിക്കാണിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കാര്യവും ഒരത്ഭുതമാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. ഇതുവരെയും സംഭവിക്കാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കുവാൻ ജീവനുള്ള ദൈവത്തിന് കഴിയും. വിശ്വസിക്കൂ, ഉറയ്ക്കൂ, ദൈവത്തിൽ നിങ്ങൾ ധൈര്യപ്പെടൂ, ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കൂ. ഹല്ലേലൂയ. സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ നിന്നിയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. എങ്ങനെ അത്ഭുതങ്ങൾ നേടി? എങ്ങനെയാണ് അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കി കിട്ടിയത്? വിശ്വാസത്താൽ. വാഗ്ദത്തം ചെയ്തതും വിശ്വസ്തനെന്ന് എണ്ണി. അങ്ങനെ അവർ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീർന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ഭാഗ്യം വേണമോ? ആത്മീയമായ സൗഭാഗ്യങ്ങൾ, ഭൗതികമായ സൗഭാഗ്യങ്ങൾ, രോഗസൗഖ്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുക, എല്ലാം സാധ്യമാകും. തീർച്ചയായിട്ടും സാധ്യമാകും. അതിനിടയാകും. അത് ദൈവം വരുത്തും. അബ്രഹാമിൻ്റെ ദൈവമാണ് നമ്മുടെയും ദൈവം. പിതാക്കന്മാരുടെ ദൈവമാണ് നമ്മുടെയും ദൈവം. നമുക്കതിൽ ഉറയ്ക്കാം, നമുക്കതിൽ വിശ്വസിക്കാം, നമുക്കതിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.